നമസ്കാരം. ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ വിന്യസിച്ചിരിക്കുന്ന IAF ഹെലികോപ്റ്റർ ക്രൂവിൽ വമ്പൻ പരിഷ്കാരങ്ങൾ വരാൻ പോവുകയാണ്. ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇനി സേനയ്ക്ക് കൂടുതൽ കരുത്തു നൽകും. ഇപ്പോഴുള്ള ജാക്കറ്റുകൾ വലിപ്പം കൊണ്ടും മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും പറക്കുമ്പോൾ എയർ ക്രൂവിന് ധരിക്കാൻ പ്രയാസമുള്ളതാണെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ ഒരു പുതിയ നീക്കം. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനായി ഇന്ത്യൻ എയർഫോഴ്സ് അധികൃതരെ സമീപിച്ചു കഴിഞ്ഞു. എയർ ക്രൂവിന് മതിയായ സംരക്ഷണം നൽകുന്ന ഭാരം കുറഞ്ഞ ജാക്കറ്റുകളാണ് ഇനി വരാൻ പോകുന്നത്. 6.5 കിലോഗ്രാം ഭാരമുള്ള നിലവിലെ ജാക്കറ്റുകൾ വലിപ്പമുള്ളതും പറക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ധരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. കൂടാതെ ആയുധങ്ങളും അതിജീവന ഉപകരണങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ അവർ ജാക്കറ്റിന് മുകളിൽ ഒരു പ്രത്യേക തന്ത്രപരമായ വെസ്റ്റും ധരിക്കേണ്ടതുണ്ട്. പറക്കുമ്പോൾ 4 കിലോഗ്രാമിൽ കവിയാത്ത ജാക്കറ്റും യുദ്ധ അതിജീവന സമയത്ത് 8 കിലോഗ്രാമും കവിയാത്തതും ഹാർഡ് കവച പാനലുകളും സോഫ്റ്റ് കവച പാനലുകളും ചേർന്ന് ലെവൽ 3+ ബാലിസ്റ്റിക് പരിരക്ഷ നൽകുന്നതുമായ ഒരു ജാക്കറ്റാണ് ഇപ്പോൾ IAFന് ആവശ്യമുള്ളത്. AK-47 ഉൾപ്പെടെ 7.62 mm റൈഫിളുകളിൽ നിന്ന് 25 മീറ്ററോളം ദൂരത്തിൽ തൊടുത്തുവിടുന്ന വ്യത്യസ്ത തരം ബുള്ളറ്റുകൾക്കെതിരെ ലെവൽ 3+ വിഭാഗം സംരക്ഷണം നൽകുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ഓരോ അംഗത്തിനും ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അനുവദിക്കും. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ പോലെയുള്ള ആഭ്യന്തര സുരക്ഷാ ചുമതലകളിലും വിന്യസിക്കപ്പെടുമ്പോൾ ഹെലികോപ്റ്ററുകളും പൈലറ്റുമാർ ഉൾപ്പെടെയുള്ള എയർ ക്രൂകളും ഫ്ലൈറ്റ് ഗണ്ണർമാർ, ലോഡ് മാസ്റ്റർമാർ, അതുപോലെ ഓൺബോർഡ് സ്പെഷ്യലിസ്റ്റുകളും ഒക്കെ നിലത്ത് തീയിൽ നിന്നുള്ള അപകട സാധ്യതയ്ക്ക് വിധേയരാകുന്നുണ്ട്. അത്തരം പരിസ്ഥിതികളിൽ IAF പതിവായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സുരക്ഷയിൽ അലംഭാവം കാണിക്കാൻ സാധ്യമല്ല എന്നത് എടുത്തു പറയണം. കംഫർട്ടബിൾ ആയിട്ടുള്ള ജാക്കറ്റുകൾ അനിവാര്യമായ ഒന്നാണ്. ജാക്കറ്റിന് 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ജാക്കറ്റുകൾക്ക് മാത്രമല്ല മറ്റു പല മേഖലകളിലും പരിഷ്കാരങ്ങൾ നടക്കുകയാണ്. ശക്തമായ പോരാട്ടത്തിനാണ് ഇന്ത്യൻ എയർഫോഴ്സ് തുനിയുന്നത്. 20 എയർ ബേസുകളിലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയാണ് എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഈ നവീകരണങ്ങളിൽ പുതിയ ഭൂഗർഭ യുദ്ധോപകരണ കേന്ദ്രങ്ങൾ, ഹാർഡ്നസ് എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ, ടാക്സി വേകൾ എന്നിവയുടെ നിർമ്മാണം, പുതിയ റഡാറുകളും അടിസ്ഥാന പ്രതിരോധ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിനൊപ്പം നാവിഗേഷൻ സഹായങ്ങളുടെ നവീകരണങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. 2020 മുതൽ ചൈനയുമായുള്ള സൈനിക പിരിമുറുക്കം കൂടുതൽ വേഗമേറിയതും കേന്ദ്രീകൃതവുമായ സമീപനത്തിലേക്ക് നയിച്ചതായി പ്രതിരോധ സുരക്ഷാ സ്ഥാപനങ്ങളുടെ അധികൃതർ പറയുന്നുണ്ട്. 2020 മെയ് മാസത്തിൽ ചൈനയുമായുള്ള പിരിമുറുക്കം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്കും IAFനുമായി 37 എയർഫീൽഡുകളുടെ എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചർ നവീകരണത്തിനായി പ്രതിരോധ മന്ത്രാലയം ടാറ്റ പവർ SEDയുമായി 1200 കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടത്. ചൈനയെ കേന്ദ്രീകരിച്ച് മറ്റു പല പരിപാടികളും അണിയറയിൽ നടക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ വർധനവ് വലിയ രീതിയിലാണ്. എയർബേസുകളിൽ ഉടനീളം ഭൂഗർഭ യുദ്ധോപകരണ കേന്ദ്രങ്ങൾ ശക്തമാക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ചില താവളങ്ങളിൽ പുതിയ റഡാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും സേന പുതിയ മാറ്റത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. കൃത്യമായ പരിഷ്കാരങ്ങളിൽ കൂടി ഉചിതമായ നീക്കങ്ങളിലേക്ക് തന്നെയാണ് സേന എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.